കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ സിനിമയുടെ കാര്യത്തിൽ ഏക ഒരു ചർച്ച മാത്രമേ ഉള്ളൂ, കൂലി കൂലി കൂലി. അതിൽ മെയിനായിട്ട് ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ കൂലി 1000 കോടി ക്ലബ്ബിൽ കയറുമോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. അതുപോലെ തന്നെ കൂലി LCUവിൽ വരുമോ അല്ലെങ്കിൽ LCUവിലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫാൻ തിയറീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ലോകേഷ് കനകരാജ്, അതായത് നമ്മുടെ കറൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഒരാളാണ് നമ്മുടെ ലോകേഷ് കനകരാജ്. ലൈക്ക് വെറും ഒരു ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആളൊരു സ്റ്റാർ ഡയറക്ടർ ആണെന്നൊക്കെ തന്നെ നമുക്ക് പറയും. ഇപ്പോൾ ആൾ ചെയ്ത പടങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാനഗരം ഒഴികെ ബാക്കി എല്ലാം സ്റ്റാർസിനെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ സ്റ്റാർസിനെ മാത്രം കാസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ പടം ഹിറ്റ് അടിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ആൾ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളും ഹിറ്റാണ്. വെറും ഹിറ്റല്ല, എല്ലാ പടവും ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് തന്നെ പറയാം. അതുപോലെ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ലോകേഷ് കനകരാജ് എന്നൊരു പേരുണ്ടെങ്കിൽ മാത്രം തിയേറ്ററിൽ കയറാൻ വേണ്ടി ആൾക്കാരുണ്ട്. അതായത് പുള്ളി മാത്രം മതി ഒരു പടത്തിന് ഹൈപ്പ് കയറാൻ വേണ്ടി. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ രജനീകാന്തിന്റെ കൂട്ടത്തിൽ ഒരു പടം അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പ് കയറാൻ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നല്ല ഹൈപ്പാണ് പടത്തിന്. കാരണം വേറൊന്നുമല്ല, സൂപ്പർ സ്റ്റാറിന്റെ സ്റ്റാർഡവും അതുപോലെ തന്നെ നമ്മുടെ ലോകേഷ് എന്നൊരു ബ്രാൻഡും കൂട്ടത്തിൽ നമ്മുടെ അനിരുദ്ധിന്റെ മ്യൂസിക്കും. പടത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ലോകേഷ് തന്നെ പല ഇന്റർവ്യൂസിലൊക്കെ ആയിട്ട് വന്നപ്പോഴേ പറഞ്ഞിരുന്നു കൂലി പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ മേക്കിംഗ് മെത്തേഡിലല്ല ചെയ്യുന്നത്, കുറച്ച് ഡ്രാമയൊക്കെ കൂടുതലാണെന്നുള്ള കാര്യം പുള്ളി എവിടെയോ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു. തലപതി മൂവിയിലെ പോലെയൊക്കെയാണ് പുള്ളി ഇതിലെ സ്ക്രീൻ റൈറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നതെന്നൊക്കെ. അതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് എവിടെ ഇങ്ങനെ കേട്ടതാണ്. അങ്ങനെ ഒരു തോട്ട് എൻ്റെ മൈൻഡ് കിടക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് അത് പടത്തിന്റെ ട്രെയിലർ വന്നപ്പോഴേ ഒരു അപ്ഡേറ്റ് വരുമ്പോഴേ എനിക്ക് എങ്ങനെയൊക്കെയോ തലപതി എന്ന പടമായിട്ട് അതിങ്ങനെ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പടമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ എനിക്ക് അത് മാത്രമല്ല തോന്നി, മറ്റേ തീ എന്ന് പറയുന്ന പടത്തിലായിട്ട് ഒരുപാട് സാമ്യം തോന്നുന്നു. മറ്റേ കൂലി എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ്, അതുപോലെ ട്രെയിലറിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ടുള്ള സംഭവം കാണിക്കുന്നുണ്ട്, അതൊക്കെ മറ്റേ തീ പടത്തിലെ സംഭവമാണ്. ട്രെയിലറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഒരുപാട് ആൾക്കാർ ട്രെയിലറിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ലെന്നൊക്കെ പറയുന്ന ഒരു സംഭവം കണ്ടു. അത് കാര്യം വേറൊന്നുമല്ല, ഇതുവരെ വന്നേക്കുന്ന ടിപ്പിക്കലി ഉള്ള ലോകേഷ് പടങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ട്രെയിലർ കട്ടല്ല ഇത്തവണ വന്നേക്കുന്നത്. ഇത്തവണ വന്നേക്കുന്ന ട്രെയിലർ ടോട്ടലി ഡിഫറെന്റ് ആണ്. സാധാരണ ഒരു പടം വരുവാണ്, ഇപ്പൊ നമ്മൾ വിക്രം, ലിയോ പോലുള്ള പടമൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ പടത്തിന് ഹൈപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് എപ്പോഴും ആ ഒരു പടത്തിൽ ഇപ്പൊ നമ്മുടെ ലിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലിയോയിൽ ഗൂസ് ബംസ് വരുന്ന മൂവ്മെന്റ്സ്, അതുപോലെ മ്യൂസിക് എല്ലാം ഭയങ്കര സെറ്റപ്പ് ആക്കിയാണ് അവർ വെച്ചേക്കുന്നത്. പടം ഇപ്പൊ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പോയി കാണണമെന്ന് തോന്നും. അതുപോലെ തന്നെ വിക്രവും. ബട്ട് ഇപ്പൊ കൂലിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല. മൊത്തത്തിൽ അത് പടത്തിൽ ആ ഒരു ട്രെയിലറിന്റെ മ്യൂസിക് ഒക്കെ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു, ഇങ്ങനെ പോകുന്നു. പ്രത്യേകിച്ച് മൊത്തത്തിൽ ഒരു പ്ലെയിൻ പോലെ. സാധാരണ വരുന്ന ലോകേഷിന്റെ ട്രെയിലർ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇത് ഭയങ്കര ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് അത് ഫീൽ ആവുന്നത്. എനിക്കത് തോന്നുന്നത് പുള്ളി മനഃപൂർവ്വം ഹൈപ്പൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലാണ് തോന്നുന്നത്. ഇനി പുള്ളിക്ക് പണി പാളിയതാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അത് എന്തേലും ആവട്ടെ, ഇപ്പൊ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫാൻ തിയറി സംഭവങ്ങളൊക്കെയാണ്. മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കൂലി LCUവിലാണെന്നുള്ള കാര്യമാണ്. ശരിക്കും ഈ സംഭവം കാണുമ്പോഴത്തേന് ചിരിയാണ് വരുന്നത്. ഓരോ ചാനലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ വരുന്നതാണ്, അത് കണ്ട് ഇത് കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഓരോരോ ഫാൻ തിയറി. എനിക്ക് ഈ ഫാൻ തിയറി ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഫോളോ ചെയ്ത് ഞാനും അതൊക്കെ കാണാറുണ്ട്. ബട്ട് ഒരിക്കലും നിങ്ങളത് ആ സാധനം സിനിമയിൽ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത് ചിലപ്പോൾ വർക്കാവാം, ചിലപ്പോൾ വർക്കാവത്തില്ല. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഫാൻ തിയറി എന്ന് പറയുന്നത്. പലപ്പോഴും പല ആൾക്കാർ ഈ ഫാൻ തിയറി കണ്ടിട്ട് ഇതായിരിക്കും പടമെന്ന് അങ്ങ് തന്നെ വിചാരിക്കും. എന്നിട്ട് പോയി പടം കാണുമ്പോഴത്തേന് പടം ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പടം സാറ്റിസ്ഫൈ ആയില്ലെന്നൊന്ന് പറയും. അതുപോലെ ഈ ഒരു പടം LCUവിലാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഇതാണെങ്കിൽ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് അതൊരു സർപ്രൈസ് ആയിട്ട് കിട്ടട്ടെ. ഈ ഒരു പടം LCUവിലാന്ന് ഒരു രീതിയിലും കണ്ടിട്ട് തോന്നില്ലെന്ന് മാത്രമല്ല, ലോകേഷ് തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു ഇത് LCUള്ള പടമല്ല, പുള്ളിക്ക് LCU അല്ലാത്തൊരു പടം വലിയ പ്രഷറൊന്നും ഇല്ലാതെ ചെയ്യണമെന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മുടെ ലിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലിയോ കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് LCUവിലേക്ക് വന്ന പോലെ ഒരു ഫീൽ വന്നു. അത് തന്നെ മൊത്തത്തിൽ ആ ഒരു യൂണിവേഴ്സിനെ തന്നെ ബാധിച്ചിട്ടിരിക്കുന്ന പോലാണ് ഇപ്പം. അതിന്റെ കൂടെ ഇനി അടുത്ത വരാൻ പോകുന്ന പടം കൂടെ അതിലേക്ക് തള്ളിക്കയറ്റാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ലെന്ന് പുള്ളിക്ക് തന്നെ അറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് LCUവിൽ അതൊന്നും പറഞ്ഞ് ആരും പടം കാണാൻ വേണ്ടി പോകരുത്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടോ, ഒന്നും പ്രതീക്ഷിക്കണ്ട, ജസ്റ്റ് നേരെ പോയി പടം കാണുക. LCUവിലാണെങ്കിൽ അതപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഫീലൊന്നും എങ്ങനെ പോയാലും നമ്മൾ ഓരോന്ന് അറിഞ്ഞിട്ട് പോയി കണ്ടാൽ കിട്ടത്തില്ല. പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ കളയാം. പക്ഷേ അതിൽ ജസ്റ്റ് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയാണ്. ട്രെയിലർ കണ്ടപ്പോഴത്തേക്കിന് അതിലെന്തോ ടൈം ട്രാവൽ സംഭവം അങ്ങനെ എന്തെങ്കിലും സയൻസ് ഫിക്ഷൻ പരിപാടിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. കാരണം അവിടെ ഇവിടെയൊക്കെ എന്തോ മിഷൻ പരിപാടി അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ലോകേഷ് എടുക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റിസ്ക് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇങ്ങനെ ഒരു പടം എടുക്കുമ്പോഴത്തേന് അങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ സംഭവം അവരങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പുൾ ഓഫ് ചെയ്യാതെ, അതായത് കൺവിൻസിംഗ്ലി പുൾ ഓഫ് ചെയ്യണമല്ലോ, എങ്കിൽ മാത്രമല്ല ഇത് വർക്ക് ആവത്തുള്ളൂ. അങ്ങനെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലെന്ന് മാത്രമല്ല, ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ
പ്രതീക്ഷിക്കേണ്ട അതായതാന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി പടത്തിന്റെ ഒരു ഇമേജ് ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇൻ കേസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കൺവിൻസിംഗ് ആയിട്ട് വന്നാൽ മാത്രം പടം വർക്ക് ആവത്തുള്ളൂ. ഇത് ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇത് കുറച്ച് പേര് പറഞ്ഞതിനാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കത്തില്ല. ഇതൊന്നും ആരും മനസ്സ് വെച്ചിട്ട് പടം കാണാൻ വേണ്ടി പോകരുത്. ജസ്റ്റ് പോവാ, നേരെ പോവാ, പടം കാണാൻ എൻജോയ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് പടത്തിന്റെ കളക്ഷന്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ 1000 കോടി എന്ന് പറയുന്നൊരു അച്ചീവ്മെന്റ് ക്രോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള പടമാണിത്. എങ്കിൽ പോലും നമ്മൾ നോക്കുവാണെങ്കിൽ പടത്തിലൊരു ക്ലാഷ് വരുന്നുണ്ട്. അത് വേറൊന്നും പറയാം, നമ്മുടെ വാർ 2 ആണ്. അതൊരു മറ്റേ YRF യൂണിവേഴ്സിൽ വരുന്ന പടമാണത്. വാർ 2 ഇപ്പൊ കൂലിക്കൊരു വലിയ ഭീഷണിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബുക്ക് മൈ ഷോയിൽ പോയിട്ട് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ 2 പടത്തിന് ഓൾമോസ്റ്റ് സെയിം ഒക്കെയാണ് കാണിക്കുന്നത്. ഒരിക്കലും നമുക്ക് ബുക്ക് മൈ ഷോ ഇൻട്രസ്റ്റ് ഒന്നും വെച്ചിട്ട് നമുക്ക് ഒരു പടത്തിനെ വിലയിരുത്താൻ പറ്റത്തില്ല. അതിൽ എത്ര ആൾക്കാർ വെയിറ്റിംഗ് ആണോ അങ്ങനൊന്നും. എനിക്ക് പേഴ്സണലി തോന്നുന്നത് കൂലിക്കാണ് കുറച്ചൊരു ഹൈപ്പ് കൂടുതലെന്നുള്ളതാണ്. ബട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് അത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിവേ സൗത്ത് ഇന്ത്യയിൽ പോസിറ്റീവ് റെസ്പോൺസ് പടത്തിന് വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉറപ്പായിട്ടും കളക്ഷൻ വരും. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ കേരളത്തിലൊക്കെ ഓൾമോസ്റ്റ് 7 കോടിയൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത് പ്രീ സെയിൽ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്കറിയത്തില്ല. ഇനിയും കറക്റ്റ് ആയിട്ടുള്ള കണക്കൊക്കെ വരാനുണ്ട്. ബട്ട് ഒരിക്കലും ഇപ്പൊ സൗത്ത് ഇന്ത്യ മാത്രം കളക്ഷൻ നേടിക്കൊണ്ട് ഒരു സിനിമ 1000 കോടി എന്നൊരു വലിയൊരു അച്ചീവ്മെന്റിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യ എന്നുള്ള കളക്ഷൻ ഇല്ലാതെ ഒരു സിനിമ ഇവിടെ 1000 കോടി അടിക്കത്തില്ല. ഒരുപക്ഷെ ഇതെന്റെ തെറ്റിദ്ധാരണ ആവാം. ഇതെന്റെ തെറ്റിദ്ധാരണയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്നെ ഒന്ന് തിരുത്താം. പക്ഷെ എനിക്ക് തോന്നിയ കാര്യമാണ് ഇത് പേഴ്സണലി. കാരണം ഇപ്പൊ ഏതൊരു പടം ഇറങ്ങിയാലും അത് നോർത്ത് ഇന്ത്യയിൽ കൂടി കറക്റ്റായിട്ട് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്ന് സക്സസ് ആവാതെ 1000 കോടി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് വാർ 2 എന്ന് പറയുന്ന സിനിമ നമ്മുടെ കൂലിക്ക് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. കാരണം വാർ 2 എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നോർത്ത് ഇന്ത്യയിൽ നല്ല രീതിക്ക് ആ ഒരു പടം കയറും. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു പടം ബോളിവുഡിൽ നിന്നുള്ള പടമാണ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ബോളിവുഡിൽ നിന്നുള്ള പടം ആയതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ ആ പടത്തിനാണ് സ്ക്രീൻ കൂടുതൽ. ഉറപ്പായിട്ടും ആ ഒരു പടത്തിന്റെ സക്സസ് എങ്ങനെ ഇരിക്കുന്നതനുസരിച്ചുകൂടി ഇരിക്കും കൂലി എന്ന സിനിമ 1000 കോടി അടിക്കുമോ ഇല്ല എന്നുള്ള കാര്യം. സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 1000 കോടി അടിക്കാൻ നല്ല സാധ്യതയുള്ളൊരു പടമാണ് കൂലി. കാരണം വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരും ആ ഒരു പടത്തിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും വലിയ സ്റ്റാർ ഉണ്ട്, കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ഒരു വലിയ സ്റ്റാർ എന്ന് പറയാൻ ഇല്ലാത്തത്. പക്ഷേ സ്റ്റിൽ നമുക്ക് സൗബിനുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ വലിയൊരു സ്റ്റാറിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ കേരളത്തിൽ ആ ഒരു പടം ഓടണമെങ്കിൽ. പിന്നെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നാഗാർജുന ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് അവിടെ പടം ഓടും. അതുപോലെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് അമീർ ഖാൻ ഉണ്ട്. അമീർ ഖാൻ അവർ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ അവർ അമീർ ഖാന്റെ ആ ഒരു ക്യാരക്ടർ അവർ റിവീൽ ചെയ്യാതെ വെച്ചതാണ്. ഓൾറെഡി അമീർ ഖാൻ അറിയാതെ പറഞ്ഞെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ലുക്ക് ലൈക്ക് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ബട്ട് അവരത് പിന്നീട് റിവീൽ ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നോർത്ത് സൈഡിലേക്ക് കുറച്ചൊരു സ്ക്രീൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ വാർ 2 എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഐമാക്സ് സ്ക്രീൻ ഒക്കെ കൂടുതൽ ഓൾറെഡി കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ബിസിനസ് നോർത്തിൽ നടക്കണം. അതിനുവേണ്ടി തന്നെയാണ് അവർ അമീർ ഖാന്റെ ആ ഒരു ക്യാരക്ടർ റിവീൽ ചെയ്ത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് പേര് പറഞ്ഞ പോലെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. മീൻസ് 1000 കോടി എന്ന് പറയുന്ന ഒരു വലിയ അച്ചീവ്മെന്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമുക്ക് സൂപ്പർ സ്റ്റാറിന് അവിടെ നല്ലൊരു സ്റ്റാറും ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അതുപോലെ അമീർ ഖാൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് നല്ല ഫാക്ടേഴ്സ് ഉണ്ട്. എങ്കിൽ പോലും അതാണ് ഞാൻ പറഞ്ഞത്, എങ്കിൽ പോലും വാർ 2 എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു സിനിമയെ ബാധിക്കും. ഇപ്പൊ 2 സിനിമകൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ കൂലി 1000 കോടി അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഡൗട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ, 2 സിനിമയും കൂടെ പോസിറ്റീവ് ഒക്കെ വന്നിട്ട് കൂലി 1000 കോടി തന്നെ അടിക്കട്ടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നോർത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ ശരി, ഓക്കെ, ബൈ.